സാങ്കേതിക വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കുള്ള വിസ അനുമതി വെട്ടിച്ചുരുക്കില്ലെന്ന് സൂചനയുമായി ട്രംപ്. കുടിയേറ്റ വിരുദ്ധരായ തീവ്ര റിപ്പബ്ലിക്കൻ അനുകൂലികളെ തള്ളിയാണ് ട്രംപിന്റെ നയമാറ്റം. H-1B വിസ സംരക്ഷിക്കുന്നത് യുദ്ധത്തിന് വരെ തയ്യാറാണെന്ന മസ്കിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം. സാങ്കേതിക രംഗത്ത് വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്ക് അനുവദിക്കുന്ന വിസയാണ് H-1B. 3 വർഷത്തെ താൽക്കാലിക വിസയാണെങ്കിലും സ്ഥിരതാമസത്തിനുള്ള ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാൻ യോഗ്യതയുള്ളവരാണ് H-1B വിസയുള്ള കുടിയേറ്റക്കാർ. കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ആദ്യ ട്രംപ് സർക്കാരിന്റെ കാലത്ത് H-1B വിസയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇത്തവണ കുടിയേറ്റക്കാരുടെ കൂട്ടനാടുകടത്തൽ പ്രഖ്യാപനം നടത്തിയ ട്രംപ് പഴയ നയം നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നായിരുന്നു സൂചന. എന്നാൽ രണ്ടാം ഊഴത്തിൽ H-1B പദ്ധതിക്ക് അനുകൂലമായാണ് ട്രംപിന്റെ പുതിയ പ്രതികരണം. ഈ നിലപാടുമാറ്റത്തിൽ വ്യവസായിയും രാഷ്ട്രീയ പങ്കാളിയുമായ ഇലോൺ മസ്കിന്റെ ശക്തമായ സ്വാധീനമുണ്ടെന്നാണ് സൂചന. ഇന്ത്യൻ അമേരിക്കൻ വംശജനായ ശ്രീറാം കൃഷ്ണനെ AI ഉപദേഷ്ടാവായി നിയമിച്ചതിന് പിന്നാലെയാണ് റിപ്പബ്ലിക്കൻ അനുകൂലികൾ H-1B വിസ വിഷയം വിവാദമാക്കിയത്. ട്രംപ് ക്യാമ്പിലെ ഭിന്നത പുറത്തുകൊണ്ടുവന്ന വാക്പോരിൽ H-1B വിസ സംരക്ഷിക്കുന്നതിന് യുദ്ധത്തിനു വരെ തയ്യാറാണെന്ന് ഇലോൺ മസ്ക് പ്രഖ്യാപിച്ചു. രണ്ടാം ട്രംപ് സർക്കാരിൽ പുതുതായി ആവിഷ്കരിക്കുന്ന കാര്യക്ഷമതാ വകുപ്പിന്റെ ചുമതലയുള്ള ഇലോൺ മസ്കും വിവേക് രാമസ്വാമിയും H-1B വിസ വിപുലീകരിക്കണമെന്ന് വാദിക്കുന്നവരാണ്. നിയമവിധേയവും നിയമവിരുദ്ധവുമായ കുടിയേറ്റത്തിൽ വേർതിരിവുണ്ടെന്നാണ് മസ്ക് അടക്കം വ്യവസായികളുടെ വാദം. അമേരിക്കൻ പൗരനാണെങ്കിലും സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ച മസ്ക് ഒരു കാലത്ത് H-1B വിസ കൈവശം വെച്ചിരുന്നു. മസ്കിന്റെ കമ്പനികളിലൊന്നായ ടെസ്ല മാത്രം ഈ വർഷം അനുവദിച്ചത് 724 H-1B വിസകളാണ്. അതേസമയം ട്രംപിന്റെ അടുത്ത അനുയായികളായ ലോറ ലൂമർ, ആൻ കൌട്ട്ലർ, മുൻ കോൺഗ്രസ് അംഗം മാറ്റ് ഗേറ്റ്സ് തുടങ്ങിയവർ ഈ നിലപാടിനെ പരസ്യമായി വിമർശിച്ച് രംഗത്തെത്തി. ചില ടെക് ഭീമന്മാരാണ് പാശ്ചാത്യ നാഗരികതയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന വിധത്തിൽ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നായിരുന്നു ട്രംപ് വിശ്വസ്തനായ സ്റ്റീവ് ബാനന്റെ പ്രതികരണം. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫണ്ടിങ്ങിൽ കൈയയച്ച് സഹായിച്ച മസ്ക് അടക്കം വ്യവസായികളെ ശത്രുപക്ഷത്താക്കാൻ തയ്യാറല്ലെന്നാണ് ട്രംപിന്റെ നയപ്രഖ്യാപനം. വിഷയത്തിൽ ന്യൂയോർക്ക് പോസ്റ്റിനോട് പ്രതികരിച്ച ട്രംപ് താൻ പദ്ധതിക്ക് അനുകൂലമാണെന്നാണ് പറഞ്ഞത്. തന്റെ സ്ഥാപനങ്ങൾ H-1B വിസയുടെ ഗുണഭോക്താക്കളാണെന്നും ട്രംപ് പ്രതികരിച്ചു. അധികാരം ഏറ്റെടുക്കാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെയുള്ള ഈ നയമാറ്റം റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ കൂടുതൽ അസ്വാരസ്യങ്ങൾക്ക് വഴിവെച്ചേക്കുമെന്നാണ് സൂചന. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.